ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ HM അധ്യാപകരെ, അതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രായം ചെന്ന ഒരു അപ്പനും അമ്മയും എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള ആളാണ്. ഹാർട്ട് ഒക്കെ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി. അതുപോലെ തന്നെ അമ്മയും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. നടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം, അവർക്ക് ശരിക്കും എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കാലിൽ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഈ രോഗപ്രയാസങ്ങളോ പീഡകളോ ഒന്നുമല്ല അവരുടെ വേദന. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു വേദന കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ അവരിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അവർക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മൂത്തത് പെൺകുഞ്ഞാണ്. അവളെ വിവാഹം ചെയ്ത് വിട്ടു. മകൻ്റെ വിവാഹം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് നടന്നത്. ഈ മൂത്ത മകളെ വിവാഹം ചെയ്ത് വിട്ട് അവൾ നന്നായിട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം 2 കുട്ടികൾ ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ടായി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിം സഹോദരനുമായി പ്രേമത്തിലായി അവൾ ആ 2 മക്കളെ ഉപേക്ഷിച്ച്, ഭർത്താവിനെ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവർ, ഇന്ന് ആ അപ്പനും അമ്മയ്ക്കും തല ഉയർത്തി നടക്കാനായിട്ട് പറ്റാത്ത സാഹചര്യമായി. കാരണം എല്ലാവരും അറിഞ്ഞു ഇവളിങ്ങനെ പോയ കാര്യം. അത് കേസൊക്കെ ആയി. പക്ഷേ അവൾ എന്ത് ചെയ്താൽ തിരിച്ചു വരില്ല എന്ന് നിർബന്ധപൂർവം സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു. അവസാനം ഡൈവോഴ്സായി. ഇന്ന് അവൾ ഒരു മുസ്ലിമായി തട്ടമൊക്കെ ഇട്ട് അവളുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് നാളെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? ആ പ്രായം ചെന്ന ആ അപ്പൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, അവൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം പറയുക, ചെറിയൊരു കടയായിരുന്നു. പക്ഷേ ഉള്ളതിൽ നിന്ന് നുള്ളിപ്പറക്കി മാറ്റിവെച്ച് ഏതാണ്ട് 50 പവൻ കൊടുത്തിട്ടാണ് അവളെ വിവാഹം ചെയ്തു വിട്ടത്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? ആ മകള് പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആരാണെന്നറിയാമോ? ആരാണ്? പാരൻസാണ്. ഒരു സംശയമില്ല. നാളെ നമ്മുടെ മക്കൾ നശിച്ചു പോയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, എനിക്ക് 2 കുട്ടികളുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും ആയിരിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താലും, നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു കൊടുത്താലും, നിങ്ങൾ എത്ര വലിയ ഉന്നതമായ വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്ക് നേടിക്കൊടുത്താലും, നിങ്ങൾ യേശുവിനെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, ഞാനെന്ന പാരൻറ്റിനും ഉറപ്പായിട്ടും നാളെ മക്കളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടം വരും. ഒരു സംശയവുമില്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇപ്രകാരമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 6-7 വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അതായത് ദൈവം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകളും അതിനോട് അനുബന്ധിച്ച് വരുന്ന നിർദ്ദേശങ്ങളും മോശ വഴി കൊടുത്തിട്ട് പിന്നീട് ഇസ്രായേൽ ജനത്തോട് പറയുന്ന വചനമാണ്, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനങ്ങൾ എവിടെ ഇരിക്കണം? കേട്ടില്ല. എവിടെ ഇരിക്കണം? ഇപ്പം എവിടെ ഇരിക്കുന്നത്? ഇപ്പോൾ ഷെൽഫിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എവിടെ ഇരിക്കണം എന്നാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. വചനം എവിടെ ഇരിക്കണം? ഈ പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, ഇത് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഇത് കേൾക്കുകയും ഇത് വായിച്ച് ധ്യാനിക്കുകയും ഇത് പഠിക്കുകയും ചെയ്യണം. വേണ്ടേ? ശരിക്കും നമ്മളൊക്കെ വളരെ ഹതഭാഗ്യരായ മനുഷ്യരാണ്. എന്താണെന്നറിയാമോ? ഭൂരിഭാഗം ക്രൈസ്തവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ? മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ പോലും ഈ വേദപുസ്തകം, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഈ നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ സ്നേഹമടങ്ങിയ ദൈവത്തിൻ്റെ വാക്കുകളും പ്രോത്സാഹനങ്ങളും ശാസനങ്ങളും ആര് കേൾക്കുന്നില്ല? നമ്മൾ കേൾക്കുന്നില്ല. ആകെ കേൾക്കുന്നത് എപ്പോൾ? ആകെ പള്ളിയിലൊരു 10 മിനിറ്റ്, അത് ഒരു 5 മിനിറ്റും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛനിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കേണ്ടിയും വരില്ല, അല്ലേ? ആകെ കേൾക്കുന്നൊരു 10 മിനിറ്റാണ്. നമ്മുടെ മക്കൾ കേൾക്കുന്നതും
ആകെ ഒരു 3/4 മണിക്കൂറാണ്. ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു 3/4 മണിക്കൂർ സമയമാണ് ഇവരാരെപ്പറ്റി കേൾക്കുന്നത്? യേശുവിനെ പറ്റി കേൾക്കുന്നത്. വീട്ടിൽ യേശു നമ്മുടെ സംസാര വിഷയമാണോ? ഒരച്ഛനായിട്ട് പോലും യേശു വളരെ ചെറിയ രീതിയിൽ എൻ്റെ വീട്ടിൽ പോലും ഉള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ സംസാര വിഷയത്തിൽ യേശു ഉണ്ടോ? ദൈവവചനം ഉണ്ടോ? അപ്പോൾ നമ്മുടെ കുട്ടികൾ കേൾക്കുന്നത് എന്താണ്? നമ്മുടെ കുട്ടികൾ കേൾക്കുന്നത് മുഴുവനും ഈ ലോകം, ഈ ലോകത്തിൻ്റെ ഉന്നതമായ അവസ്ഥകൾ, ഈ ലോകത്തിൻ്റെ മലിനതകൾ, ഇതിലെ തിന്മകൾ, ഇത് മാത്രം കേട്ട് വളരുകയാണ് നമ്മുടെ കുട്ടികൾ. യേശുവിനെ പറ്റിയോ ദൈവസ്നേഹത്തെ പറ്റിയോ വിശ്വാസത്തെ പറ്റിയോ അതുമല്ലെങ്കിൽ വരാൻ പോകുന്ന നിത്യജീവനെ പറ്റിയോ ഇവർക്ക് വരാൻ പോകുന്ന ശിക്ഷയെ പറ്റിയോ ഒന്നും ആര് കേൾക്കുന്നില്ല? നമ്മുടെ കുട്ടികൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇനിയെങ്കിലും യേശുവിനെ പറ്റി സംസാരിക്കാനായിട്ട് തുടങ്ങണം. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവർ, ഈ പെണ്ണുങ്ങൾ ഈ +2 വരെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടും ഇവർ യേശുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ദൈവത്തിൻ്റെ മറ്റൊരു കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യത്തിൻ്റെ പുറകെ ഇവർ ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? സൺഡേ സ്കൂൾ പഠനം വളരെ കുറച്ച് സമയം കിട്ടുന്നുള്ളൂ. വീട്ടിൽ യേശുവിനെ പറ്റി കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ടും കരയേണ്ടി വരും. ഞാൻ എനിക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം, ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ഏലി പുരോഹിതനുണ്ട്. അറിയോ? ഏലി പുരോഹിതൻ അല്ലേ? ഏലി പുരോഹിതൻ്റെ 2 മക്കളാണ് ഫിനഹാസും ഹൊഫ്നിയും. ആരാണ്? ഫിനഹാസും ഹൊഫ്നിയും ഇല്ലേ? ഇവർ 2 പേരും പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ചെയ്ത പ്രവർത്തികൾ എന്താണെന്നറിയാമോ? ശീലോയിലെ ദേവാലയമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇസ്രായേൽ ദേവാലയത്തിന് മുമ്പ് ദൈവം ജനത്തിന് കൊടുത്ത ദേവാലയമായിരുന്നു ശീലോ. ആ ദേവാലയത്തിൽ അവിടെ വാതിൽ കാവൽക്കാരികളായ സ്ത്രീകളുടെ കൂടെ പരസ്യമായിട്ട് ശയിക്കുന്ന, തിന്മയിൽ മുഴുകുന്ന വ്യക്തികളായി ഏലി പുരോഹിതൻ്റെ 2 മക്കൾ. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്, ഏലി പുരോഹിത, നീ എന്നെക്കാട്ടിലും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ആരെയാണ്? നീ നിൻ്റെ മക്കളെയല്ലേ? അതുകൊണ്ട് ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വളരെ വളരെ ശോകമായിരുന്നുവെന്ന് ഈ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. നിരാശപ്പെട്ട് വളരെ ഒരു ദുർമരണമുണ്ടായാണ് ഈ ലോകം അദ്ദേഹം വിട്ടുപോകുന്നത്. ദൈവത്തിൻ്റെ പുരോഹിതനായ ഒരു ശ്രേഷ്ഠ പദവിയിലേക്ക് വിളിക്കപ്പെട്ടവന്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മക്കൾ നശിക്കുന്നത് കാണുന്നു. പൗരോഹിത്യം എടുത്തു കളഞ്ഞു ദൈവം. പിന്നീട് ശമൂവേലിന് കൊടുക്കുന്നത് പൗരോഹിത്യമില്ലാത്തൊരു കുടുംബത്തിലേക്ക് പൗരോഹിത്യം ദൈവം പറിച്ചു നടുകയാണ്. ഇവരുടെ പൂർവികരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികളിൽ എന്നേക്കും ഈ പൗരോഹിത്യം നിലനിൽക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏലി പുരോഹിതന് ശേഷം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ പൗരോഹിത്യ പിന്തുടർച്ചാവകാശം അവിടെ നിർത്തി ശമൂവേലിന് കൊടുത്ത് പിന്നീട് പൗരോഹിത്യം അതിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് പുരോഹിതനായതുകൊണ്ടൊന്നും മക്കൾ നന്നാവണമെന്നൊന്നും നിർബന്ധമുണ്ടോ? ഇല്ല. തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒത്തിരി വചനം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ അവരോട് ഒത്തിരി നല്ല മാതൃകകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നടക്കുന്ന മാതൃക അത് ശരിയല്ലെങ്കിലോ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു പ്രയോജനമില്ല. ഉണ്ടോ? മക്കളെ പ്രാർത്ഥിക്കാൻ പറയുന്ന അപ്പനും അമ്മയും പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ മക്കൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കില്ല. പള്ളിയിൽ നേരത്തെ വരാത്ത അപ്പനും അമ്മയുടെയും മക്കൾ, അവർ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാലും നേരത്തെ പള്ളിയിൽ വരില്ല. ആരെയും കുറച്ച് കാണിക്കാൻ പറയണമെന്നല്ല. ഞാൻ അച്ഛനായതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് നേരത്തെ വരേണ്ട ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടും ഞാനിവിടെ നേരത്തെ വരുന്നു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇങ്ങനെയൊക്കെ ആയിപ്പോയേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉത്തമ മാതൃകകളായി ആർക്ക് മാറ്റപ്പെടണം? മക്കൾക്ക് മുമ്പിൽ ഉത്തമ മാതൃകകളാകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ 1-ാം ക്ലാസ്സിലൊരു ബോർഡിങ്ങിൽ കൊണ്ടുപോയി. അതിന് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡിങ്ങിൽ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വല്യമ്മച്ചിയെ വിട്ടുപിരിഞ്ഞിരിക്കുക എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. എൻ്റെ അപ്പനെയും അമ്മയും കാട്ടിലും കൂടുതൽ എനിക്ക് സ്നേഹം എൻ്റെ വല്യമ്മച്ചിയോടെ ആയിരുന്നു. കാരണം വല്യമ്മച്ചിയുടെ കൂടെയാണ്, പറയാൻ പാടില്ല എന്നാൽ പോലും, സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് വരെ ആ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ കടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അത്രമേൽ സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്നെ ആ ബോർഡിങ്ങിൽ കൊണ്ടുപോയി ആക്കിയ കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ നരക കാലഘട്ടമായിരുന്നു.
അപ്പോൾ ഞാൻ അന്ന് എൻ്റെ വല്യമ്മച്ചിയോട് സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ കെട്ടിപ്പിടിച്ച് ഞാൻ വാവിട്ട് കരയുമായിരുന്നു. ആ ഒരു വർഷക്കാലഘട്ടം എൻ്റെ വല്യമ്മച്ചി ഞാൻ താമസിക്കുന്ന ബോർഡിങ്ങിൽ വരികയോ എന്നെ കാണുകയോ ചെയ്തിട്ടില്ല. അതൊരു വലിയ നൊമ്പരായിരുന്നു. പിന്നെ എനിക്ക് ആകെ ആശ്വാസമുള്ളത് എന്താണെന്നറിയാമോ? എനിക്ക് ആകെ ആശ്വാസം ആ ബോർഡിങ്ങിൻ്റെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറയായിട്ട് ഈ എൻ്റെ പപ്പയുടെ മൂത്ത പെങ്ങളുണ്ട്, അതായത് ഈ വല്യമ്മച്ചിയുടെ മൂത്ത മകളുണ്ട്. അപ്പോൾ അവിടെ എന്നെ കൊണ്ടുപോയി നിർത്തും. വെള്ളിയാഴ്ചകളിൽ അവിടെ എൻ്റെ കസിൻ ബ്രദർ, എൻ്റെ ഒരു ചേട്ടനുണ്ട്, സിബി എന്ന പേര്, സിബി ചേട്ടായി വന്ന് എന്നെ അവിടെ കൊണ്ടുപോകും. അങ്ങനെ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആകെ ആശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച രാവിലെ എൻ്റെ പരിപാടി എന്താണെന്നറിയാമോ? വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ എനിക്കറിയില്ല ഇത് എവിടെ നിന്നാണ് ഞാൻ പ്രാർത്ഥന പഠിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ദൈവമേ എൻ്റെ ചേട്ടായിയെ എന്ന് വൈകുന്നേരത്തൊന്ന് ഇവിടേക്കൊന്ന് അയച്ചു തരണേ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഇന്നും എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായത് അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് അന്ന് വൈകുന്നേരത്ത് എനിക്ക് മറുപടിയുമായിട്ട് എൻ്റെ ചേട്ടൻ അവിടെ വരുമായിരുന്നു. എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അന്ന് എൻ്റെ ചേട്ടൻ അന്ന് വൈകുന്നേരത്ത് അവിടെ എന്നെ കൊണ്ടുപോകാനായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ 1-ാമത്തെ വയസ്സിൽ എനിക്കൊരു ബോധ്യമുണ്ടായി. എന്താണ്? ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവപിതാവ് എനിക്കുണ്ടെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഇതെവിടെ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം കിട്ടിയെന്നറിയാമോ? ഒന്ന്, എഴുത്തും വായനയും അറിയാത്ത ഈ വല്യമ്മച്ചിയാണ് സ്വർഗസ്ഥനായ പിതാവെ കൗമ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ വല്യമ്മച്ചിമാർ എത്ര കുട്ടികൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ ചുരുക്കം. കാരണം അവർക്കും ഇന്ന് സീരിയലിൻ്റെ മുമ്പിലിരുന്ന് സമയം പോക്കാനായിട്ടാണ് നേരമുള്ളത്. ഈ കുട്ടികൾക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുക്കാൻ അവർക്കും പറ്റുന്നില്ല. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം എൻ്റെ അമ്മ, ഞങ്ങളൊരു വളരെ സാമ്പത്തികമായിട്ട് കുറഞ്ഞൊരു കുടുംബത്തിലായിരുന്നു. എൻ്റെ അപ്പനൊരു കൃഷിക്കാരൻ, അമ്മ ഈ കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ടാവും, അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അപ്പൻ്റെ കൂടെ തന്നെ ഇറങ്ങി പറമ്പിൽ ജോലിക്ക് ഇറങ്ങുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പുലർക്കാലത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലിരുന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഈ കാഴ്ചയാണ് എന്നെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ നിങ്ങളെ മക്കൾ ഒരു പക്ഷേ അവർ വലിയ പ്രാർത്ഥനക്കാരൊന്നും ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ, അവർ നാളെ ഈ കാഴ്ച കണ്ട് തീർച്ചയായിട്ടും അടക്കി മാറും, ദൈവത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ടും വചനം വായിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ താല്പര്യം കാണിക്കണം. നമ്മൾ പൗലോസ് പാറേക്കര എന്ന് പറയുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? യാക്കോബായ സഭയിലെ വളരെ ശ്രേഷ്ഠനായ നല്ലൊരു സുവിശേഷ പ്രസംഗകനായ ഒരു വൈദികനാണ് പൗലോസ് പാറേക്കര അച്ഛൻ. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മണ്ണിൽ വിവിധ ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് യാക്കോബായ പള്ളികളെന്നല്ല, ഒത്തിരി കത്തോലിക്കരുടെയും മർത്തോമക്കാരുടെയും CSIക്കാരുടെയൊക്കെ കൺവെൻഷൻ പന്തലുകളിൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമാണ്. ആത്മാവിൻ്റെ നിറമുള്ള ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഒരു വീട് കൂതാശയ്ക്കായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ എന്തെല്ലാം കേൾക്കാനിരിക്കുന്നില്ലേ? വീട് കൂതാശയ്ക്കായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ചെന്നു. അതിനെപ്പറ്റിയുള്ള വിവരണമാണ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ ഒരു പ്രായം ചെന്നൊരു അപ്പച്ചൻ. ആ അപ്പച്ചനെ പറ്റി പറയുന്നത് നല്ല ചുമന്ന് തുടുത്ത് സുന്ദരനായ ഒരു അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ കവിളിൽ തൊട്ടാൽ ചോര തുളുമ്പും, അതുപോലെ സുമുഖനായ ഒരപ്പച്ചൻ. ആ അപ്പച്ചൻ്റെ കൂടെ ഒരു പട്ടി. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ആ വീട് കൂതാശയ്ക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ട സാഹചര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 നിലയാണ്. ഒരു വലിയ കെട്ടിടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും വലിയ കെട്ടിടം. കാരണം 3 മക്കളാണ് ഉള്ളത്. 3 പേര് അമേരിക്കയിലാണ്. അപ്പോൾ 3 പേർക്കും വേണ്ടിയിട്ട് പണിതതാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, കൂതാശ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് തീരുന്ന രീതിയിലുള്ള അവസ്ഥയായിരുന്നു. കാരണം അത്രമേൽ പോയിട്ട് ബസ്മോദാവോ ഉദാവറോ പറയാനായിട്ടുണ്ട്. ഓരോ കട്ടളക്കാലിലും ചെന്ന് കൂതാശ ചെയ്യണ്ടേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറയുകയാണ്, ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഈ മനുഷ്യൻ്റെ മുഖത്ത് ഒരു പ്രസാദവുമില്ല. ഈ മനുഷ്യൻ്റെ മുഖത്ത് വലിയ നിരാശയാണ്. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താ പറ്റി? ഇത്രയും വലിയ വീടൊക്കെ പണിത് ഇത്ര നല്ല കൂതാശയൊക്കെ, ആർഭാടത്തിലുള്ള കൂതാശയൊക്കെ നടത്തിയിട്ട് എന്താ സന്തോഷമില്ലാത്ത? അച്ഛൻ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ് ഉള്ളത്. ഞാൻ ഒന്നുമില്ലാത്തവരിടത്തു നിന്ന് കയറി വന്നതാണ്.
ഞാനും എൻ്റെ ഭാര്യയും കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച കാലഘട്ടമുണ്ട്. ഞങ്ങളുടെ സ്വന്തമല്ല, അയൽവക്കത്തെ വീട്ടിൽ പോയി തുണി മുക്കാനുള്ള പശയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ത് മേടിച്ചിട്ട് വരുന്നത്? കഞ്ഞിവെള്ളം വാങ്ങിയിട്ട് വരുന്നത്. ഈ കഞ്ഞിവെള്ളം വാങ്ങിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചോറുവറ്റൊക്കെ കാണും. അപ്പോൾ ആ ചോറുവറ്റാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ബാക്കി കഞ്ഞിവെള്ളവും പിന്നെ അതിന് ശേഷം പച്ചവെള്ളം കുടിച്ചാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തു. അവരിന്ന് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മൂത്ത മകൻ്റെ ഭാര്യ ഞാൻ ഒറ്റയ്ക്കാന്ന് കണ്ടിട്ട് ഒരു പട്ടിയെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അച്ഛൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ അപ്പച്ചൻ തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ പട്ടി മക്കളെക്കാട്ടിലും നന്നായിട്ട് ഈ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? രാവിലെ പേപ്പർ വന്നു കഴിഞ്ഞാൽ ആ പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് എവിടെ കൊടുക്കും? കട്ടിലിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. ഈ മനുഷ്യൻ ഒരല്പം എഴുന്നേൽക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഈ പട്ടി കട്ടിലിൽ കയറിയിട്ട് അത് കൈകൊണ്ട് തട്ടി എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഈ മനുഷ്യനെ എല്ലാ കാര്യത്തിലും ഈ മനുഷ്യൻ്റെ കൂടെ ഈ പട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. എത്ര മക്കളുണ്ട്? 3 മക്കൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ മനുഷ്യൻ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുത്തു, ഒത്തിരി സൗകര്യങ്ങളും കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ കൊടുത്തില്ല. എന്താണെന്നറിയാമോ? യേശുവിനെ കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് മക്കൾക്ക് ആരെ വേണ്ട? അപ്പനെ വേണ്ട. ഈ അമേരിക്ക കൊണ്ടുപോയി നിർത്താലോ ഈ മനുഷ്യനെ, പക്ഷേ കൊണ്ടുപോയി നിർത്തില്ല. കാരണം എന്താ? അപ്പനെയും അമ്മയെയും സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും, അങ്ങനെ ആദരിച്ചാൽ നിനക്ക് ദീർഘായുസ് ലഭിക്കുമെന്നും, അങ്ങനെ ആദരിച്ചാൽ ദൈവം നിന്നെ ആദരിക്കുമെന്നും അവർ പഠിച്ച ഒരു പുസ്തകത്തിലും ഇവർ കേട്ടിട്ടില്ല. വേദപുസ്തകം പഠിച്ചായിരുന്നെങ്കിൽ അത് കേൾക്കുമായിരുന്നു, അത് പഠിക്കുമായിരുന്നു. പ്രായം ചെന്ന ഒരപ്പച്ചനും അമ്മച്ചയും അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ തന്നെ നിന്ന് ശുശ്രൂഷിക്കുക. അദ്ദേഹത്തിന് വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു, ഭാര്യ പുറത്താണ്. പക്ഷേ അപ്പനെയും അമ്മയും ശുശ്രൂഷിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ വീട്ടിൽ ഇന്നും നിൽക്കുക. പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. എന്നാൽ പോലും എൻ്റെ സാന്നിധ്യം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഈ പ്രായം ചെന്ന കാലഘട്ടത്തിൽ വേണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി ആ മനുഷ്യനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പുറത്ത് എങ്ങനെയുണ്ടായി? യേശുവിനെ കൊടുത്ത് വളർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ടി വരും. 78-ാം സങ്കീർത്തനം 5 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഞാൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ട് കേട്ടോ. എന്ത്? വചനം, വിശ്വാസം, പാരമ്പര്യം, ഇതെല്ലാം എന്ത് ചെയ്യണം? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആവർത്തന പുസ്തകം 6:6-7 അത് തന്നെ പറഞ്ഞത്. ആദ്യം നിൻ്റെ ഹൃദയത്തിൽ വേണം, പിന്നീട് നിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം പറയുകയാണ് 6-ാമത്തെ വാക്യം മുതൽ: വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്തിനു വേണ്ടിയാണ് വചനം പഠിപ്പിക്കേണ്ടത്? 1, അവർ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ ദൈവം ഉണ്ടെന്ന് ഈ മക്കളുടെ ചങ്കിനകത്തൊരു വിശ്വാസം വേണ്ടേ? ആ വിശ്വാസം വരണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം എങ്ങനെ ഉണ്ടാവുന്നത്? റോമർ 10:17: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ആണോ? നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും യേശുവിൽ വിശ്വാസം ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങളുടെ അപ്പനും അമ്മയും യേശുവിനെ പറ്റി പറഞ്ഞു തന്നത് നിങ്ങൾ കേട്ടതുകൊണ്ടും, നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ കേട്ടതും, നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന മുൻകാലങ്ങളിലെ വൈദികർ അല്ലെങ്കിൽ നിങ്ങളായിരുന്ന ഇടവകയിലെ വൈദികർ അവരുടെ ഏവൻഗേലിയോൻ പ്രസംഗത്തിലും അതുപോലെ പ്രാർത്ഥനാ യോഗങ്ങളിലുമൊക്കെ പ്രസംഗിച്ച വചനങ്ങളാണ് കേട്ടതെന്തായത്? വിശ്വാസമായി പരിണമിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വചനം കേൾക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ജീവിത നിലവാരമുള്ളവരാക്കി അവരെ വളർത്തണം. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ എന്തായിരിക്കണം? യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നമ്മുടെ മക്കൾ ജീവിക്കണം. അപ്പം നിങ്ങൾക്ക് നാളെ മക്കളെ ഓർത്ത് കരയേണ്ടി വരില്ല.
ഇല്ലെങ്കിൽ കരയേണ്ടി വരും. പള്ളിയിരുന്ന സമയത്ത് വെറും 3.25 വർഷമായി അവിടെ ഇരുന്നത്. 5 ഡൈവോഴ്സാണ് നടന്നത്, 5 എണ്ണം. കല്യാണം നടന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇതിലൊന്നിലും മക്കളുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ പീരീഡ് എത്രയുണ്ടെന്ന്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവോഴ്സ് നടന്നിട്ടുണ്ട്. ഞാൻ ആ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ അടുത്ത് ഇരുന്ന് മണിക്കൂറുകളിരുന്ന് സംസാരിച്ചു. ഒരു കാര്യമില്ല. അതിൻ്റെയൊക്കെ കാരണം എന്താ? അവർക്ക് ദൈവവിശ്വാസമില്ല ഒന്ന്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ സെമിനാരിൽ ഒന്നിച്ച് പഠിച്ചതാണ്. പുള്ളിക്ക് ഓസ്ട്രേലിയയിൽ പള്ളിയിലേക്ക് വികാരിയായിട്ട് കിട്ടി. അവിടെ അദ്ദേഹം പിന്നീട് ഒരിക്കൽ എന്നെ വിളിച്ച് എൻ്റെ നാട്ടിലുള്ള ഒരു കത്തോലിക്ക പയ്യനെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ അവൻ ചോദിച്ചു, അച്ഛാ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, ഈ പയ്യനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, കാരണം ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. പക്ഷേ അപ്പോൾ അച്ഛൻ പറയുകയാണ്, നമ്മുടെ ഓർത്തഡോക്സുകാരി ഒരു പെൺകുട്ടിയും ഈ കത്തോലിക്ക പയ്യനും ഇന്ന് അവിടെ ലിവിങ് ടുഗദറിലാണ്. എന്താണ്? ഇന്നിതൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ മക്കൾ ഇങ്ങനെ പോവില്ല എന്ന് പറയാൻ യാതൊരു അർഹതയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ചങ്കുറപ്പും നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. വിദേശത്ത് പോയി കിടക്കുന്നത് അപ്പനും അമ്മയും വിചാരിക്കുന്നത് എന്താ? ആ മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ല സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണോ? ഞാനിത് അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി അറിഞ്ഞതാണ്. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുക. വിവാഹം കഴിഞ്ഞിട്ടില്ല, അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ അധാർമികത പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലുള്ള പാപത്തിൻ്റെ സാഹചര്യങ്ങളല്ല ഈ കാലഘട്ടത്തിൽ. ആണോ? എൻ്റെയും നിങ്ങളുടെയും ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ സെൽഫോൺ ഇല്ല. ഉണ്ടോ? സെൽഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 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 പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താണ്, അശ്ലീലമായ എല്ലാ സൈറ്റുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ആ സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആയിത്തീർന്നില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇതിനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഈ ദൈവബോധം ഈ മക്കൾക്കില്ലെങ്കിൽ ഇവർ സൈറ്റിലൂടെ എല്ലാം കയറി ഇവരുടെ ജീവിതം നശിപ്പിച്ച് കളയും. എന്നാൽ ദൈവബോധമുള്ള മക്കളാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒന്ന് പോയി നോക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തുണ്ടാകും? കുറ്റബോധം നിറയും, അല്ലെങ്കിൽ പാപബോധം നിറയും. അവരത് നിർത്തും. വചനം ചങ്കിനകത്തുണ്ടായുള്ള ഗുണം അത്. 119 സങ്കീർത്തനം 11 വാക്യം, കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ എന്ത് വേണം? വചനം വേണം. പിശാചിനെ പരാജയപ്പെടുത്താൻ എന്ത് വേണം? നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക്, ഈ അന്ധകാരത്തിലേക്ക്, ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് വീണു പോകുന്നതിൻ്റെ കാരണം എന്താ? വചനമില്ല ചങ്കിനകത്ത്. യേശു എങ്ങനെ പിശാചിനെ പരാജയപ്പെടുത്തി? മീകായേലിനെ വിളിച്ചിറക്കിയിട്ടാണോ? ആണോ? എന്തൊക്കെയായിരുന്നു പരീക്ഷകൾ? യേശുവിന് 3 പരീക്ഷണങ്ങളാണ് നേരിട്ടത്, അല്ലേ? ഒന്നാമത്തെ പരീക്ഷ 40 ദിനരാത്രങ്ങൾ ജലപാനം പോലും ചെയ്യാതെ ഉപവസിച്ച യേശുവിനുണ്ടായ ഒന്നാമത്തെ പരീക്ഷ വിശപ്പിൻ്റെ മേലായിരുന്നു. എല്ലാ തരത്തിലുള്ള വിശപ്പും അതിൽപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശു എങ്ങനെ അതിനെ അതിജീവിച്ച്? യേശു അതിനെ അതിജീവിച്ചത് പഴയ നിയമത്തിലെ ഒരു വചനമെടുത്ത് സാത്താനെ വെട്ടിയിട്ടാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് സാത്താനോട് പറഞ്ഞു. ആ പരീക്ഷയിൽ സാത്താൻ പരാജയപ്പെട്ടു. രണ്ടാമത്തെ പരീക്ഷ എന്തായിരുന്നു? യെരൂശലേം ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എടുത്ത് ചാടാൻ പറഞ്ഞു, അല്ലേ? മാലാഖമാർ വന്ന് താങ്ങിക്കൊള്ളുന്നു പറഞ്ഞു. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വചനമാണ്. മൂന്നാമത്തെ പരീക്ഷ ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ വീണ് ആരാധിച്ചാൽ ഇത് നിനക്ക് തരാം. നമ്മുടെ മക്കളുടെ മുമ്പിലാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ എപ്പോൾ വീണ് ആരാധിച്ചു എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? പക്ഷേ യേശു എന്താ ചെയ്തേ? യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നുകൂടെ എഴുതി വച്ചിരിക്കുന്നു. ഈ 3 പഴയ നിയമ വചനങ്ങൾ എടുത്തിട്ടാണ് സാത്താനെ വെട്ടി അന്ധകാരത്തെ കർത്താവ് ദൂരീകരിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളുടെ ചങ്കിനകത്ത് വചനമില്ലെങ്കിൽ മക്കൾ പരാജയപ്പെടുകയില്ലേ? പരാജയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് വിളിച്ചു കൂട്ടി പറയാനായിട്ട് സാത്താൻ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി. കാരണം ആദ്യം ഇത് പറഞ്ഞ സമയത്ത് ഞാൻ തല പൊങ്ങാത്ത രീതിയിൽ ഞാൻ അവിടെ വീണ് കിടന്നു.
ആദ്യം ഈ ഒരു മീറ്റിംഗ് വെക്കാനായിട്ട്. ഇന്നലെ ഇത് തീരുമാനം എടുത്തപ്പോൾ ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇത്രയും പാരൻസ് അല്ലല്ലോ ഇവിടെ വരേണ്ടത്. ഒരു പ്രതിസന്ധി ഉണ്ടായി. കാരണം യേശു പറയുന്നുണ്ട്, ഞാൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം ഉണ്ടാകുമോ? നിങ്ങൾ പറ. യേശുവിൻ്റെ ഒരു ഉള്ളിലെ ഒരു വേദനയാണ് യേശു പങ്കുവയ്ക്കുന്നത്. ഞാൻ രണ്ടാമത് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വിശ്വാസം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. പകർന്നു കൊടുത്താൽ എന്തുണ്ടാവും? വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ ഈറ്റില്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാടാണ് യൂറോപ്പ്. ഇന്ന് അവിടുത്തെ പള്ളികളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ആയി തുടങ്ങി. പക്ഷേ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 കൊല്ലം മുമ്പ് എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയാമോ? നമ്മുടെ അവിടുത്തെ പള്ളി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കുടിലാണ്. അവിടുത്തെ പള്ളികളെല്ലാം അമ്പരചുംബികളായ പള്ളികൾ. വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വാസ്തുവിദ്യകളിലൊക്കെ ഒരു എത്ര അഗ്രഗണ്യമായ രീതിയിലുള്ള സംഭാവനകൾ കൊടുത്ത് പണിതു വെച്ച പള്ളികൾ. ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും ആളുകൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊണ്ടിരുന്ന പള്ളികൾ. ആ പള്ളികൾ ഇന്ന് മദ്യശാലകളായി വിൽക്കപ്പെട്ടിരിക്കുകയാണ്. നഗ്നരായ സ്ത്രീകൾ നൃത്തമാടുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾ. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു കത്തീഡ്രൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒരാളൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനി തന്നെയാണ്. അവൻ അവിടെ പോയിരുന്ന് വെള്ളമടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരണങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നോ? കാണണം. നാളെ ഈ കത്തീഡ്രൽ പള്ളി നമ്മുടെ ചങ്കിനോട് ചേർത്ത് പിടിക്കുന്ന പള്ളി അങ്ങനെ ആയി തീരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വിശ്വാസം പറഞ്ഞു കൊടുക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഉത്തമ മാതൃകകളായി നമ്മൾ ഓരോരുത്തരും മാറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞതെല്ലാം ആരെയും പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല, മറിച്ച് നാളെ ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്തയുടെ മുമ്പാകെ പോയി വാവിട്ട് കരഞ്ഞ് മക്കൾ നശിച്ചു പോയി എന്ന് കരയുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.